ഞാനിവിടെ സ്ഥിരമായിട്ട് മഷ്റൂം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ വീക്കിലും ഏകദേശം മേടിക്കാറുണ്ട്. ഇത്തവണ ആലപ്പുഴയിൽ നിന്നുള്ള ഫ്രഷ് ഹാർവസ്റ്റ് ഹൈടെക് ഫാമിൽ നിന്നുള്ള മഷ്റൂമാണ് ട്രൈ ചെയ്തത്. ഇവരുടെ വൈറ്റ് മഷ്റൂം നേരത്തെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രേ മഷ്റൂം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മ ഓരോന്ന് എടുത്തിട്ടേ, ഇത് 1, ഇത് വലിയ മഷ്റൂം, ഇത് ഡബിള്, അത് കഴിഞ്ഞിട്ട് ത്രിബിള്, ഇത് 4, അത് കഴിഞ്ഞിട്ട് 5 എണ്ണം ഉള്ളത് കണ്ടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് കേട്ടോ. ഇത് ലൈവായിട്ട് പൊട്ടിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ക്വാണ്ടിറ്റി വൈസും ക്വാളിറ്റി വൈസും ഒക്കെ നല്ല ഫ്രഷാണ്. അതേപോലെ തന്നെ ആൻറ്റി ഫോഗ് റാപ്പർ യൂസ് ചെയ്തിട്ടാണ് ഇവരിത് പാക്ക് ചെയ്യുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ പോലും ഫോഗ് വരത്തില്ല ഇതിൻ്റെ മുകളിലൊന്നും. അമ്മ കൂണൊന്നും കഴിക്കില്ലെങ്കിലും ഇത് പൊട്ടിച്ച് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞ്, അത് മെയിനായിട്ട് പിഴിഞ്ഞ് കളയുന്നത് തോരന് വേണ്ടിയിട്ടായതുകൊണ്ടാണ്. കത്തി കൊണ്ട് മുറിച്ചില്ല, കാരണം ഇത് പിച്ചി എടുക്കാനുള്ള മഷ്റൂമാണ്. കാരണം ഇത് ഓയിസ്റ്ററാണ്. നമ്മുടെ ബട്ടൺ മഷ്റൂം ആണെങ്കിൽ മാത്രമേ അത് ഞാനിങ്ങനെ പിച്ചി എടുക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് തോരനും വയ്ക്കാം, റോസ്റ്റും വയ്ക്കാം എന്ന് വിചാരിക്കുന്നു. തോരന് വേണ്ടിയിട്ട് തേങ്ങ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാനാണ് പോകുന്നത്. പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ശകലം ജീരകവും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പാൻ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടിച്ചു. ഈ കടുകിട്ട് പൊട്ടിക്കുമ്പോഴുണ്ടല്ലോ, ഞാൻ എപ്പോഴും ഇങ്ങനെ മൂടി വയ്ക്കും. അതിന് കാരണം, ഒന്ന് അപ്പുറത്തെ ഇപ്പുറത്തെയും കറിയിൽ അത് തെറിക്കും. പ്രത്യേകിച്ച് ഇന്ന് പാലാണ് അപ്പുറത്ത് വെച്ചിരിക്കുന്നത് തിളപ്പിക്കാനായിട്ട്. അപ്പോൾ അത് പിരിഞ്ഞു പോവില്ലേ, അതുകൊണ്ട് ഞാനിത് മൂടി വെച്ചു. എന്നിട്ട് ഗ്രേ കൂണിന് ഇത്തിരി വേവ് കൂടുതലുണ്ട്. എത്ര പിഴിഞ്ഞ് കളഞ്ഞിട്ടും കുറച്ച് വെള്ളം ഇറങ്ങി അത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഒതുക്കി വെച്ച തേങ്ങ കൂട്ടെടുത്ത് ചേർത്തു. ഞങ്ങളിവിടെ സവാള ചേർക്കത്തില്ല. സവാള ചേർത്ത തോരൻ വലിയ താല്പര്യമില്ല. കൂണ് മാത്രമായിട്ടാണ് തോരൻ വെച്ചത്. കറിവേപ്പില ഇതിൻ്റെ കൂടെ കുറച്ചൊന്ന് അരച്ചിട്ടുണ്ടായിരുന്നെങ്കിലും മേളിൽ ഒരിത്തിരി കറിവേപ്പിലയും തൂകി പച്ച വെളിച്ചെണ്ണയും തൂകി തോരൻ റെഡിയായി. അപ്പോൾ എല്ലാവരും ഇവരുടെ കൂണൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.